അപ്പോൾ കലോത്സവം അതിന്റെ എല്ലാ ആവേശത്തോടു കൂടിയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ ആയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മമൊക്കെ നിർവഹിച്ചു. അപ്പോൾ രാവിലത്തെ ഓരോ നിമിഷം കഴിയുമ്പോഴും ഈ കലോത്സവത്തിന്റെ ആവേശം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ ആവേശത്തിനൊപ്പം കൈരളി ന്യൂസും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കലോത്സവത്തിന്റെ പ്രധാന വേദികളിൽ ഒന്നായ പൂരക്കളി നടക്കുന്ന വേദിയിലാണ് ഞങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായും എന്നോടൊപ്പം ഒരാൾ കൂടെയുണ്ട്. വീണ, ഞങ്ങൾ ഒരുമിച്ചാണ് ഇന്ന് പൂരക്കളി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. എന്താണ് പൂരക്കളി എന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം കാണും. അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ ഒപ്പം പങ്കുവഹിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ആദ്യം വീണയുടെ വിശേഷം അറിയാം. വീണ, എന്തൊക്കെയുണ്ട് വിശേഷം? അതായത് കൊല്ലത്ത് പുതുവർഷം തുടങ്ങിയതിനു ശേഷം കൊല്ലത്താണ് ആദ്യം റിപ്പോർട്ടിംഗ് വന്നത്. സ്വന്തം നാട്ടില് എന്താണ് കലോത്സവം 15 വർഷങ്ങൾക്ക് ശേഷം വന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. കൊല്ലം എടുത്തിരിക്കുകയാണ് കലോത്സവത്തിന്. അപ്പൊ കൊല്ലക്കാരുടെ ഒത്തൊരുമയൊക്കെ മനസ്സിലായില്ലേ സോറ? തീർച്ചയായും. അപ്പൊ വീണയെ സംബന്ധിച്ച് വീണ ഒരു കൊല്ലംകാരി കൂടിയാണ്. അപ്പൊ അതിന്റെ ഒരു ആവശ്യം സന്തോഷമൊക്കെ വീണയ്ക്കുണ്ട്. അപ്പൊ സ്വന്തം നാട്ടിൽ ഒരു സംസ്ഥാന കലോത്സവം എത്തി നിൽക്കുമ്പോൾ അഭിമാനമുണ്ട് അല്ലേ? 15 വർഷത്തിന് ശേഷമാണ് കൊല്ലത്തേക്ക് നമ്മുടെ കലോത്സവം വരുന്നത്. അന്ന് ഞാൻ വിദ്യാർത്ഥിയായിരുന്നു. ആ വിദ്യാർത്ഥിയായിട്ട് നമ്മുടെ സഹപാഠികളെയും സുഹൃത്തുക്കളെയൊക്കെ എൻകറേജ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇപ്പൊ ഞാൻ വന്നത് മാധ്യമപ്രവർത്തകയായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വരുമ്പോഴത്തേക്കും ഭയങ്കര ആവേശം, സന്തോഷം. തീർച്ചയായിട്ടും. പക്ഷെ നമ്മൾ വീണയുടെ വിശേഷം അറിയാനല്ല നമ്മളിവിടെ വന്നത്. നമുക്ക് പൂരക്കളിയെ പറ്റിയും അതിന്റെ വിശേഷങ്ങളും ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. അപ്പോ വീണയ്ക്ക് അറിയാമോ എന്താണ് പൂരക്കളി എന്ന്? സോന, കേരളത്തിന്റെ പ്രാചീന ഉത്സവമാണ് പൂരോത്സവം എന്ന് പറയും. അപ്പൊ വടക്കൻ മലബാറില്, പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളില് ഈ ഒരു മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം വരെയുള്ള 9 ദിവസങ്ങളിൽ നടത്തുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് നമ്മുടെ ഈ പൂരക്കളി എന്ന് പറയുന്നത്. സോന, ഇതിന് പ്രത്യേകത എന്താണ്? പ്രത്യേകത എന്ന് വെച്ചാല് നമ്മളിപ്പോ കലോത്സവങ്ങളിൽ വെറും 12 പേരിൽ ചുരുങ്ങി പോകുന്ന ഒരു കലാരൂപമായിട്ട് മാത്രമാണ് നമ്മൾ പൂരക്കളി കാണുന്നത്. പക്ഷേ 60ഓളം പേര് ഒരുമിച്ച് സംഘടിച്ച് ചെയ്യുന്ന ഒരു കലാരൂപമാണിത്. അതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ സോന, കുഞ്ഞു കുട്ടികൾ മുതൽ 75 വയസ്സായ വരെ ആൾക്കാർക്ക് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുന്നുള്ളതാണ്, പങ്കെടുക്കാൻ കഴിയുന്നുള്ളതാണ്. മറ്റൊരു കാര്യം ഞാൻ കേട്ടിട്ടുള്ളത്, ഇതിന് ഈ പൂരക്കളിക്ക് കളരിയുമായും അനുഷ്ഠാന കലകളുമായിട്ടും വലിയൊരു ബന്ധമുണ്ട് എന്ന് കേട്ടിട്ട്. സോന കേട്ടത് വളരെ കറക്റ്റാണ്. ഈ പൂരക്കളിക്ക് മെയ്വഴക്കം വളരെ അത്യാവശ്യമാണ്. അപ്പൊ കളരിയുമായി ഇതിന് വലിയൊരു അഭേദ്യമായ ബന്ധം തന്നെയാണുള്ളത്. ഇതിലെ ചുവടുകളും അടവുകളും ഒക്കെ കളരിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് പണ്ഡിതന്മാർ പോലും പറയുന്നത്. കളരിയുമായിട്ട് ഇതിന് വലിയൊരു ബന്ധം തന്നെ ഉണ്ട് സോന. അപ്പൊ പ്രേക്ഷകർക്ക് കുറച്ചൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അധികം പറഞ്ഞ് നമുക്ക് പ്രേക്ഷകരെ സംസ്കാരവുമായും വളരെ വലിയ നമ്മളോരോ പലവിധ വൈവിധ്യം നിറഞ്ഞ സംസ്കാരങ്ങളുള്ള ഒരു നാടാണ് നമ്മുടെ നാട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട, അതായത് ഇപ്പൊ ശൈവ വൈഷ്ണവ മതങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കീർത്തനങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ബന്ധങ്ങളുള്ള, അതായത് കലാരൂപം, അതായത് പ്രാചീനമായിട്ടുള്ള ഒരു കലാരൂപം എന്ന് വേണമെങ്കിൽ പറയാം സർ. അപ്പം അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. പ്രേക്ഷകരിലേക്ക് പൂരക്കളി എന്താണ് എന്ന് എത്തിക്കണം. അതിന് മുൻപായിട്ട് നമ്മളോടൊപ്പം പൂരക്കളി കളിക്കാൻ പോകുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. 2 വർഷത്തെ കഷ്ടപ്പാടാണ് അവർക്കുള്ളത്. വളരെയധികം കഷ്ടപ്പെടുന്നതൊക്കെ ഞങ്ങൾ കണ്ടു. അപ്പൊ അവരുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് ആവേശത്തിലാണ്, കൊല്ലത്തിന്റെ ആവേശത്തിലാണ്. അതെ, മക്കളെ ബാബാ, ഇതാണ് കളിക്കാൻ പോകുന്ന. അവര് സ്റ്റേജിലോട്ട് കയറാൻ പോവാ അല്ലേ? എന്ത് തോന്നുന്നു? അവസാന നിമിഷമായി. ടെൻഷനുണ്ടോ? ടെൻഷനൊന്നുമില്ല, കൂളാ. അപ്പൊ നിങ്ങൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു പ്രാക്ടീസ് സെക്ഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? പരിശീലനം ഒക്കെ എങ്ങനെയായിരുന്നു? ഇപ്പൊ പെട്ടെന്ന് ഒരാളത് ചോദിച്ചാൽ ഒപ്പനയും അങ്ങനത്തെ കലാരൂപങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. പൂരക്കളി എന്ന് പറയുമ്പോൾ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടൊരു സംഭവമാണ്. അപ്പൊ നിങ്ങൾ എന്താണ് അത് തെരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം? ശരി. കളരിയായിട്ടൊക്കെ ഒരു ബന്ധമുണ്ട്. ഏത് സ്കൂളിലെയാ? എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പ്ലസ് 2ലാണ്. ഫ്രണ്ട്സിനോടൊക്കെ കപ്പ് അടിച്ചിട്ട് വരുമെന്നാണ് പറഞ്ഞത്. ഉറപ്പാണ്? നിങ്ങൾ തന്നെ കൊണ്ടുപോകും. എങ്ങനെയുണ്ട് കൊല്ലം? കൊല്ലം പൊളിയാണോ? ഓക്കെ. അപ്പൊ ഇന്നത്തോടെ നിങ്ങളുടെ കഴിയാണോ, അതോ ഇനി വേറെ എന്തെങ്കിലും പരിപാടികളിലുണ്ടോ? അതോ കഴിയാണ്. ഓക്കെ. എന്തോ ഇത് തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്തായിരുന്നു? ഐതിഹ്യത്തിനോടൊക്കെ ഇഷ്ടമുള്ള കളി എന്ന് പറയുമ്പോൾ ആ ഒരു ഇതുണ്ട്. എന്നാലും നിങ്ങൾക്ക് നമ്മളിപ്പം പ്രാചീനമായിട്ടുള്ള കലാരൂപങ്ങളും എന്തൊക്കെയായാലും പ്രാചീനമായിട്ടുള്ള അങ്ങനെയാണല്ലോ, പണ്ടേ ഉള്ള ഒരു കലാരൂപമാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താ പറയുക? നിങ്ങൾക്കൊരു ന്യൂജൻ ആണല്ലോ. പൂരക്കളി എന്ന് പറയുമ്പോൾ ഏകദേശം 1988ലാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് വെച്ചാൽ പാവപ്പെട്ട കർഷക സ്ത്രീകൾ, കന്യകളാണ് 18 പേരെ പൂരക്കളി കളിച്ചു തുടങ്ങിയത്. അപ്പൊ അങ്ങനെ തന്നെയാണ് ഈ ഒരു ഇതിലോട്ട് എത്തിയത്. അപ്പം ഇങ്ങനെ
മത്സരങ്ങളായിട്ടൊക്കെ നടത്തുമ്പോൾ 20 മിനിറ്റിന്റെ കാലാവധിയിൽ ആ ഒരു സമയത്ത് 12 പേര് വെച്ചിട്ടാണ് കളിക്കുന്നത്. 2009 ഇത് കലോത്സവത്തെ വേദിയില്. ഓക്കെ, അപ്പൊ അന്ന് മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതൊക്കെ? ഇല്ല, കുട്ടിയായിരുന്നു. ഓക്കെ, +2 ആണല്ലോ അല്ലേ? അതെ. അപ്പൊ അവരവരുടെ വിശേഷം പങ്കുവച്ചു. ജയിച്ചുക, കപ്പടിച്ചുക, എല്ലാവിധ ആശംസകളും. ഓക്കെ, അപ്പൊ നമ്മൾ അവരുടെ വിശേഷം അറിഞ്ഞു. ഇനി നിങ്ങൾക്ക് ആകാംക്ഷ കാണും എന്താണ് പൂരക്കളി, എങ്ങനെയാണ് നടക്കുന്നത്, എന്താണ് പൂരക്കളി എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ കാണും. അങ്ങനെയുള്ളവരിലേക്ക് ഞങ്ങൾ പൂരക്കളി കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ പൂരക്കളി കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.
നമ്മളിപ്പോൾ മുൻപ് പറഞ്ഞ പൂരക്കളിയാണ് നിങ്ങൾ കണ്ടത്. തുടർന്നും ഓരോ വേദികളിലായിട്ട് ഓരോ കലോത്സവ വേദികളിലും ഇങ്ങനെയുള്ള വിവിധ കലാരൂപങ്ങൾ, വിവിധ കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ വിവിധ പ്രകടനങ്ങൾ തുടരും. കലോത്സവ വേദികൾ സജീവമാണ്. അതുപോലെ തന്നെ ഞങ്ങളും കൈരളി ന്യൂസും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. തുടർന്നുള്ള 8-ാം തീയതി വരെയാണ് കൊല്ലത്ത് ഈ കലോത്സവം നടക്കുന്നത്. കൊല്ലം ജില്ല ഇതൊരു ഉത്സവമായി തന്നെ കണ്ട ഒരു ഉത്സവ പ്രതീതിയാണ് കൊല്ലത്ത്. അതെ, കൊച്ചുകുട്ടികളെന്നല്ല, വിദ്യാർത്ഥികളെന്നല്ല, കൊല്ലം ജനത തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് കലോത്സവം. അങ്ങനെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കലോത്സവം. അപ്പൊ ഞങ്ങൾ കൈരളി ടിവിക്കൊപ്പം നിങ്ങളും ഉണ്ടാവണം. അതെ, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുക. എല്ലാ പരിപാടികളും എല്ലാ പ്രകടനങ്ങളും അപ്പം തന്നെ നിങ്ങൾ എത്തിക്കും. അപ്പോൾ കൈരളി ന്യൂസിന് വേണ്ടി സോന കണ്ടത്തിൽ ഫിലിപ്പ്, വീണ വിശ്വൻ.